മറയൂർ കാന്തല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ പാമ്പൻപാറ തെക്കേൽ തോമസിന്റെ നില ഗുരുതരമായി തുടരുന്നു. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വൻ പ്രതിഷേധമാണ് കാന്തല്ലൂർ മേഖലയിൽ ഉയരുന്നത്. സ്വന്തം പറമ്പിൽ പണിയെടുക്കുന്നതിനിടെയാണ് പാമ്പൻപാറ തെക്കേൽ കുഞ്ഞാപ്പു എന്ന് വിളിക്കുന്ന തോമസിനെ കാട്ടാന ആക്രമിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ സിസിലിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തോമസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ഞങ്ങൾ പണിയാൻ വന്നപ്പോൾ അങ്ങനെ കണ്ടതാണ്. ഞങ്ങൾ കണ്ട് പതിയിട്ട് പാത്തില്ലേ പുളി പറിക്കാൻ അവിടെ കാട്ടിൽ ആന ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പണിയാൻ പറയുമ്പോൾ പള്ളി അവിടെ നിന്ന് കറഞ്ഞ് അതുകൊണ്ട് വിളിച്ചിട്ട് മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തോമസിനെ എറണാകുളം ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വർദ്ധിച്ചു വരുന്ന കാട്ടാന ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് മേഖലയിൽ ഉയരുന്നത്. തൊഴിലാളികൾ ഇപ്പോൾ ഇവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെതിരെ ശക്തമായ സമീപനം സ്വീകരിക്കണം. 54-ലും അതുപോലെ 1947-ലും എല്ലാം ആളുകൾ സുഗമമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയിലേക്കാണ് ഇപ്പോൾ കാട്ടാന ഇങ്ങോട്ടേക്ക് വന്ന് ആളുകളെ കൃഷി ചെയ്യാൻ അനുവദിക്കാത്ത രൂപത്തിൽ ഇതിൻ്റെ പെരുപ്പം, കാട്ടാനയുടെ വലിയ നിലയിലുള്ള പെരുപ്പം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കാട്ടാനയുടെ എണ്ണം നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതിൻ്റെ അനിമൽ മെയിൻ്റനൻസ് സ്കീം നടപ്പാക്കി ഇവിടെ കാട്ടാനയുടെ ശല്യം കുറയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. 23-ലധികം വരുന്ന കാട്ടാനക്കൂട്ടമാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങളും കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നു. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം വിനോദസഞ്ചാര മേഖലയ്ക്കും ഭീഷണിയാവുകയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.